ഇനിയും ഒരുപാട് അപ്പുമാരുണ്ടാവും. ദക്ഷയെ പോലെ, അഗ്നിയെ പോലെ കൊടിയ വേദനകൾ സഹിച്ച് ഒരുപാട് പേര് ഇനിയും തങ്ങളുടെ മനസ്സിനെ തിരിച്ചു പിടിച്ച് സ്വന്തം ശരീരത്തിൽ നിന്നിറങ്ങി സ്വയം ഐഡന്റിറ്റി വെളിപ്പെടുത്തും. അവരെയൊക്കെ തല്ലാനും കൊല്ലാനും, മുഖത്ത് ആസിഡൊഴിച്ച് വികൃതമാക്കാനും സ്വന്തം കുടുംബത്തിൽ നിന്ന് തന്നെ അച്ഛനും ആങ്ങളമാരും അമ്മാവന്മാരും ഒക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഞാൻ കൊടുക്കുന്നൊരു അംഗീകാരമായിരിക്കും കോടതിയിൽ VP സപ്പോർട്ട് ചെയ്യുന്നത്. അതിലേ ഉള്ളൂ എനിക്ക് സങ്കടം. സാരമില്ലമ്മേ, ഞാൻ VPക്കെതിരെ കോടതിയിൽ ഒന്നും പറയില്ല. അമ്മ പേടിക്കണ്ട. ഇനിയും അപ്പവും ദക്ഷയും അഗ്നിമാരും ഒക്കെ ഉണ്ടായിക്കോട്ടെ. ഞാൻ നന്ദസാറിനെ കണ്ടിട്ട് വരാം. ഈ മരുന്ന് കഴിച്ചേ. എന്താ BP, എന്താ ഇങ്ങനെ നോക്കുന്നേ? മരുന്ന് കഴിക്ക. എനിക്കെന്താ അസുഖം? എന്തിനുള്ള മരുന്നാ? കഴിക്ക്, ഞാൻ പറയാം. ഇനി ഞാൻ പറയുന്നത് BP ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. BPക്കിപ്പോ മനസ്സിന് നല്ല സുഖമില്ലാത്ത അവസ്ഥയാ. എന്തുകൊണ്ടാ അങ്ങനെ ആയതെന്ന് ഓർമ്മയുണ്ടോ BPക്ക്? നമ്മുടെ അപ്പുവിന് കുറച്ച് കുഴപ്പങ്ങളുണ്ടായി. അവൾക്കൊരാണായി ജീവിക്കാനാ താല്പര്യം. അവളുടെ ആ തീരുമാനം നമ്മുടെ 3 പേരുടെയും ജീവിതത്തെ വല്ലാതെ ബാധിച്ചു. നമ്മളെ മാത്രമല്ല അതൊന്നും ബാധിച്ചത്, മുരളിയും അശ്വതിയും അങ്ങനെ നമ്മളുമായിട്ട് അടുപ്പമുള്ള എല്ലാവരും നമ്മളുമായിട്ടാകുന്നു. ഞാനും VPയൊക്കെ അപ്പുനാവുന്ന വിധം നിർബന്ധിച്ചു നോക്കി. പക്ഷെ അവൾ അവളുടെ തീരുമാനത്തിൽ നിന്ന് പിന്മാറാൻ തയ്യാറായിരുന്നില്ല. അതിന്റെ പേരിൽ അപ്പുവും VPയുമായിട്ട് ഭയങ്കര വഴക്ക് നടന്നു. അപ്പു തീരുമാനം മാറ്റില്ലെന്ന് കണ്ട് VP ഞങ്ങളെയും കൂട്ടി ആത്മഹത്യക്ക് വരെ ശ്രമിച്ചു. അന്ന് ഞാനായിരുന്നു VPയെ തടഞ്ഞത്. എല്ലാവരുടെയും ജീവിതം ഇങ്ങനൊരു അവസ്ഥയിലേക്ക് മാറുമെന്നറിഞ്ഞിരുന്നെങ്കിൽ ഞാനന്ന് VPയെ തടയില്ലായിരുന്നു. ഞാൻ പറയുന്നതൊക്കെ VPക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അപ്പുവിനൊപ്പം നിന്നില്ലെങ്കിൽ അവൾ നമുക്ക് നഷ്ടപ്പെടുമെന്ന് എനിക്ക് മനസ്സിലായി. അവളുടെ ആഗ്രഹത്തിന് ഞാൻ ഒപ്പം നിന്നത് VPയെ വല്ലാതെ വേദനിപ്പിക്കുകയും ദേഷ്യം പിടിപ്പിക്കുകയും ചെയ്തു. അപ്പുവിനെ ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തിയ പോലെ VP എന്നിൽ നിന്നും അകലാൻ തീരുമാനിച്ചു. ഞാനുമായിട്ടുള്ള വിവാഹബന്ധം വേർപെടുത്താൻ VP തീരുമാനിച്ചത് അപ്പുവിനൊരു ഷോക്കായിരുന്നു. അതിന്റെ പേരിൽ അച്ഛനും മോളും തമ്മിലൊരു തുറന്ന യുദ്ധം തന്നെ ഇവിടെ നടന്നു. രണ്ടുപേരും തമ്മിലുള്ള പിണക്കവും വഴക്കവും ഒക്കെ പുറത്തുള്ളവർ അറിഞ്ഞു തുടങ്ങി. മകളൊരു ട്രാൻസ്ജെൻഡർ ആയതുകൊണ്ട്
VP ഭാര്യയും കുടുംബത്തെ ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ഒരു ഹൃദയശൂന്യനാണെന്ന തരത്തിൽ മീഡിയയിൽ വാർത്ത വന്നു. മതി മതി, എനിക്കിനി ഒന്നും കേൾക്കണ്ട, ഒന്നും കേൾക്കണ്ട. കേൾക്കണം, കേട്ടേ പറ്റൂ. ഇത്രയും VP കേട്ടില്ലേ? ഇനി ബാക്കി കൂടെ ക്ഷമയോടെ കേട്ടേ പറ്റൂ. നമ്മുടെ ജീവിതത്തിൽ ഇതുവരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെ ഞാൻ VPയോട് പറഞ്ഞിട്ടുള്ളൂ. ഇനി അങ്ങോട്ട് നടക്കാൻ പോണ കാര്യങ്ങൾ VP അറിയണം. അപ്പവും VPയും തമ്മിലുള്ള വഴക്ക് വലിയ വാർത്തയായതോടെ VP അപ്പുവിനെ അന്യായമായി ദ്രോഹിക്കുകയാണെന്ന് മനുഷ്യാവകാശ കമ്മീഷനിൽ ആരോ പരാതി കൊടുത്തു. ആ കംപ്ലൈന്റിന്റെ പേരിൽ പോലീസ് ഇവിടെ അന്വേഷണത്തിന് വന്നിരുന്നു. ആ കേസ് ഇപ്പൊ കോടതിയിലാ. അപ്പുവിനെയും VPയും ഉടനെ തന്നെ കോടതിയിൽ വിളിപ്പിക്കും. അപ്പു കോടതിയിൽ VPക്കെതിരായി ഒന്നും പറയില്ല. പക്ഷേ പോലീസ് കൊടുത്ത റിപ്പോർട്ട് VPക്കെതിരാണെങ്കിൽ പേടിക്കണ്ട. VPക്ക് ഒരു കുഴപ്പവും വരാതെ നോക്കാൻ നമ്മൾ നല്ലൊരു വക്കീലിനെ ഏർപ്പാടാക്കിയിട്ടുണ്ട്. അപ്പോൾ അയാളെ കാണാൻ പോയിരിക്കുക. ചിലപ്പോ VPക്ക് കോടതിയിൽ ഹാജരാകേണ്ടി വരും. അന്നേരം വക്കീൽ പറഞ്ഞു തരുന്നത് പോലെ വേണം അവിടെ പറയാൻ, കേട്ടോ? നോക്ക്, ഞാൻ VPയെ പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. എന്തുകൊണ്ടാ VPക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നതെന്ന് പറഞ്ഞു തന്നതാ. നടന്നത് എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കിയാൽ VPയുടെ അസുഖം ഭേദമാകാൻ അത് സഹായകമാകുമെന്ന് ഡോക്ടർ പറഞ്ഞത് ഓർമ്മയില്ലേ? അതുകൊണ്ടാണ് ഞാൻ എല്ലാം തുറന്നു പറഞ്ഞത്. പോട്ടെ, കഴിഞ്ഞതിനെ പറ്റിയൊന്നും ഇനി ആലോചിക്കണ്ട. VPക്ക് ഒരു കുഴപ്പവും വരില്ല. എന്താ VP? എന്നെ പോലീസുകാർ കൊണ്ടുപോയി ജയിലിലടക്കിയായിരിക്കും അല്ലേ? VP ആരും എങ്ങോട്ടും കൊണ്ടുപോകില്ല. കൊണ്ടുപോകാൻ ഞാൻ സമ്മതിക്കില്ല. ഞാനല്ലേ പറയുന്നേ. എന്താടോ ഇത്ര സീരിയസ് ആയിട്ടൊരു ആലോചന? എങ്ങോട്ടാണ് ഞാൻ തന്നെ കൊണ്ടുപോകുന്നത് എന്നാണോ? അല്ല സർ, ഞാനിപ്പോഴും നമ്മൾ ഇന്നലെ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുക. ഓ, ആ കൺഫ്യൂഷനിൽ നിന്ന് താൻ ഇതുവരെ പുറത്തു വന്നില്ലേ? സിൻസിയറായിട്ട് പറഞ്ഞ നോ എന്ന് തന്നെ ഉത്തരം. ഏതെങ്കിലും ഒരു കൂട്ടരോട് നീതികേട് കാണിക്കേണ്ടി വരുമല്ലോ എന്നൊരു കുറ്റബോധം. ഇവിടെ അങ്ങനെ കുറ്റബോധത്തിന്റെ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കോടതിയിൽ അപ്പുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാവും പണിക്കർ സാറിന്റെ ട്രയലിന്റെ വിധി വരുന്നത്. അത് മാത്രം ആലോചിച്ചാൽ അപ്പുവിനൊരു തീരുമാനം എടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ സ്വന്തം മനസാക്ഷിക്ക് മുന്നിൽ നിലപാടെന്നൊരു കാര്യമുണ്ടല്ലോ സർ. അതിനെക്കുറിച്ച് കൂടി ചിന്തിക്കുമ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ കണ്ടില്ലെന്നും കേട്ടില്ലെന്നും നടിച്ച് ഒഴിവാക്കാനാവില്ല. അതാ എൻ്റെ പ്രശ്നവും. അപ്പോൾ ഒരു കാര്യം ചെയ്യും, ഒരു ടോസ് ഇട്ട് നോക്ക്. ഭാഗ്യം ആരുടെ പക്ഷത്താണെന്ന് അറിയാലോ. ഇതങ്ങനെ ഭാഗ്യപരീക്ഷണത്തിന് വിട്ടുകൊടുത്ത് തീരുമാനം എടുക്കാവുന്ന കാര്യമാണെന്ന് സാറിന് അഭിപ്രായമുണ്ടോ? എൻ്റെ അഭിപ്രായം ഞാൻ ഇന്നലെ തന്നെ വ്യക്തമായി തന്നോട് പറഞ്ഞു കഴിഞ്ഞു. പക്ഷേ എന്നിട്ടും തൻ്റെ കൺഫ്യൂഷൻ മാറാത്തത് കൊണ്ട് ഞാനൊരു ഓപ്ഷൻ പറഞ്ഞതേ ഉള്ളൂ. തൽക്കാലത്തേക്കെങ്കിലും ഈ പ്രശ്നത്തിനൊരു പരിഹാരമാവുമല്ലോ എന്ന് കരുതിയിട്ട്. പിന്നെ ഒരു കാര്യം കൂടി, താനീ പറഞ്ഞ മനസാക്ഷിയും നിലപാടൊന്നും കോടതിയിലില്ല കേട്ടോ. അവിടെ തെളിവുകളും മൊഴികളും ഒക്കെയാണ് പ്രധാനം. വിശേഷിച്ചും ഈ കേസിൽ വിക്ടിമായ തൻ്റെ മൊഴി. പണിക്കർ സാർ ശിക്ഷിക്കപ്പെടരുത് എന്നാണ് തൻ്റെ ആഗ്രഹമെങ്കിൽ നേരത്തെ പറഞ്ഞ ഈ നിലപാടുണ്ടല്ലോ, ടു ബി ഫ്രാങ്ക്, അതിൽ അല്പസ്വല്പമൊക്കെ വെള്ളം ചേർക്കേണ്ടി വരും. അത് വലിയൊരു തെറ്റായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല.
നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി നമ്മൾ പലപ്പോഴും നമ്മുടെ ഇഷ്ടങ്ങളോടും താല്പര്യങ്ങളോടും കോംപ്രമൈസ് ചെയ്യാറില്ലേ? എപ്പോഴെങ്കിലും സാർ അങ്ങനെ ചെയ്തിട്ടുണ്ടോ? എന്താ സംശയം? ചെയ്തിട്ടുണ്ട്. ആവശ്യം വന്നാൽ ഇനിയും ചെയ്തെന്നിരിക്കും. പക്ഷേ ആ കാര്യത്തിലൊരു നിർബന്ധമുണ്ട്. ആർക്ക് വേണ്ടിയാണോ നമ്മൾ ആ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവുന്നത്, അതുകൊണ്ട് അവർക്ക് പ്രയോജനം ഉണ്ടായിരിക്കണം. അതിൽ എനിക്ക് വരുന്ന നഷ്ടത്തെക്കുറിച്ച് ഞാൻ ബോധേടയല്ല. എന്താടോ, എന്നിൽ നിന്ന് ഇങ്ങനൊരു മറുപടി താൻ പ്രതീക്ഷിച്ചില്ലെന്ന് തോന്നുന്നു. അതെ, സാറ് നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയിരുന്നത്. ഞാൻ എൻ്റെ വ്യക്തിപരമായ കാര്യങ്ങളിലുള്ള വിട്ടുവീഴ്ചയെക്കുറിച്ചാണ് പറഞ്ഞത്. പ്രൊഫഷണലിലും സോഷ്യൽ ബീയിങ് എന്ന നിലയിൽ സൊസൈറ്റിയോട് എനിക്ക് ഉറച്ച നിലപാടുകളുണ്ട്. അതിൽ ഞാൻ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യാറില്ല. വേണമെങ്കിൽ തൻ്റെ കേസിൽ ഒരു സോഷ്യൽ ജസ്റ്റിസിൻ്റെ പ്രശ്നമുണ്ടെന്ന് പറയാം. വേണമെങ്കിൽ എന്നല്ല, തീർച്ചയായും ഇതൊരു സാമൂഹിക നീതിയുടെ പ്രശ്നം തന്നെയാണ്. യെസ്, ഓഫ് കോഴ്സ്, ഞാനും സമ്മതിക്കുന്നു. സ്വന്തം ജനറലിൽ ജീവിക്കാൻ അപ്പു നേടിയെടുത്ത സ്വാതന്ത്ര്യമാണ് ഈ കേസിൻ്റെ ഹൈലൈറ്റ് എന്ന കാര്യത്തിൽ എനിക്ക് തർക്കമൊന്നുമില്ല. പക്ഷെ അതിനൊപ്പം ശിഥിലമാകുമായിരുന്ന ഒരു കുടുംബത്തെ കൂടി തിരിച്ചു പിടിച്ചുകൊണ്ടാണ് അപ്പോൾ ഇങ്ങനെയൊരു നേട്ടം കൈവരിച്ചത് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. ദക്ഷയുടെയും അഗ്നിയുടെയും പെർസ്പെക്റ്റീവിൽ വിജയപണിക്കർ ശിക്ഷിക്കപ്പെടേണ്ട ആൾ തന്നെയാണ്. പക്ഷേ അവരുടെ കണ്ണടയിൽ കൂടി ആവരുത് താൻ VP കാണേണ്ടത്. അപ്പോൾ ഇപ്പോഴത്തെ അപ്പോ ആവുന്നതിന് മുമ്പ് VP തനിക്ക് ആരായിരുന്നുവെന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്ക്. ഞാൻ തന്നെ വേദനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല കേട്ടോ. സ്വയം തിരിച്ചറിയാനും തിരുത്തപ്പെടാനും അപ്പുവായിട്ട് പണിക്കർ സാറിന് ഒരു അവസരം കൊടുക്കുകയാണെങ്കിൽ അത് തന്നെയാവും VPക്ക് കിട്ടുന്ന ഏറ്റവും മാതൃകാപരമായ ശിക്ഷ എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുപോട്ടെ, നമ്മൾ എങ്ങോട്ടാണ് ഈ പോകുന്നതെന്ന് അപ്പു ഇതുവരെയും ചോദിച്ചില്ലല്ലോ. ചോദിച്ചാലും സാറ് പറയില്ലല്ലോ. അത് നേരാ. ഇനിയിപ്പോ ഏറിയാൽ ഒരു 10 മിനിറ്റ്, അതിനുള്ളിൽ നമ്മൾ അവിടെ എത്തും. പിന്നെ വെറുതെ എന്തിനാ അതിൻ്റെ ഒരു രസം കളയുന്നല്ലേ? അപ്പോ എന്തുപറ്റി? ഉറങ്ങിപ്പോയോ? സോറി, ഞാൻ എപ്പോഴൊന്ന് മയങ്ങിപ്പോയി. എനിക്ക് തോന്നി. ഫ്രീ ആയിട്ടൊരു ഉറക്കം കിട്ടുന്നത് കളയണ്ടെന്ന് ഞാനും വിചാരിച്ചു. സ്ഥലമെത്തി, ഇറങ്ങിക്കോ. ഈ വീട് ആരുടെയാണെന്ന് മനസ്സിലായോ അപ്പോന്? വേണമെങ്കിൽ ഒരു ക്ലൂ തരാം. വളരെ പ്രശസ്തനായ ഒരാളുടെ വീടാണിത്. കിട്ടിയോ? ഒരു ക്ലൂ കൂടെ തരാം. ആള് വലിയ വക്കീലാ. പേര് നന്ദകുമാർ. ഇപ്പൊ കിട്ടിയോ? ഇപ്പൊ മനസ്സിലായി. അപ്പൊ ഇതാണല്ലേ സാർ പറഞ്ഞ സർപ്രൈസ്? ഇത് സർപ്രൈസ് നമ്പർ 1 ആയിട്ടേ ഉള്ളൂ. ഇനി 2ഉം 3ഉം 4ഉം ഒക്കെ ആയി സർപ്രൈസുകളുടെ ഒരു ഘോഷയാത്ര തന്നെ കിടക്കുകയല്ലേ. നമ്മളെന്താ സാർ ഇവിടെ? ചുമ്മാ ആഴ്ചയിൽ 2-3 ദിവസം ഞാൻ ഇവിടേക്ക് വരും. ഇത്തവണ വന്നപ്പോൾ അപ്പൂനെ കൂടെ കൂട്ടണമെന്ന് തോന്നി. നന്ദകുമാറിന്റെ കൊട്ടാര സന്ദർശിക്കുന്നതിൽ അങ്ങേക്ക് വിരോധമൊന്നുമില്ലല്ലോ? വിരോധമില്ലെന്ന് മാത്രമല്ല, സന്തോഷമേ ഉള്ളൂ. എങ്കിൽ ധൈര്യമായിട്ട് പോരും. ഇതാണ് സർപ്രൈസ് നമ്പർ 2. നേരത്തെ പറഞ്ഞ പ്രശസ്തനായ വക്കീലില്ലേ, പുള്ളിക്കാരൻ്റെ 1 and only സിസ്റ്ററാണ്. പേര് ആതിര. ആതിരയ്ക്ക്
ഇതാരാണെന്ന് മനസ്സിലായോ? എനിക്കറിയാം, അപ്പു അല്ലേ? എന്നെങ്ങനെ മനസ്സിലായി? അത് കൊള്ളാം. താൻ ഭയങ്കരമായ സെലിബ്രിറ്റി അല്ലേ? ചുമ്മാ കളിയാക്കല്ല. സാർ പറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാനത് ന്യൂസ് സ്റ്റോറിയും കണ്ടായിരുന്നു. അകത്തേക്ക് വാ. കേറ്. താൻ സെലിബ്രിറ്റി ആണെന്ന് പറഞ്ഞത് കളിയാക്കിയതല്ലെന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? ഇരിക്കെ. തന്റെ ജാതകം വരെ വേണമെങ്കിൽ ഈ മാഡം അങ്ങോട്ട് പറഞ്ഞുതരും. നിങ്ങൾ ഇരിക്കും, ഞാൻ ചായ എടുക്കാം. ആ കേട്ടോ അപ്പോ, എന്റെ പെങ്ങളായതുകൊണ്ട് പറയല്ല, ആള് നല്ല ഒന്നാം തരം കുക്ക. സാറിന്റെ സിസ്റ്റർ മാത്രമേ ഉള്ളൂ ഇവിടെ? അച്ഛനും അമ്മയൊക്കെ? അവരൊക്കെ സലാം പറഞ്ഞു പിരിഞ്ഞിട്ട് 5-6 കൊല്ലായി അപ്പോ. ഞങ്ങളുടെ ശരിക്കുള്ള നാട് കാർത്തികപ്പള്ളിയിലാ. അച്ഛനും അമ്മയൊക്കെ മരിച്ച ശേഷം പിന്നെ തറവാടും കുറച്ച് പറമ്പും ഒക്കെ ഉണ്ടായിരുന്നത് വിറ്റ് ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് പോന്നു. ഇവിടെ എവിടെയെങ്കിലും സെറ്റിൽ ചെയ്യാൻ ആഗ്രഹമുണ്ടെന്ന് അറിഞ്ഞപ്പോ നമ്മുടെ ഒരു വക്കീൽ സുഹൃത്ത് ഒപ്പിച്ചു തന്നാണ് ഈ വീട്. സാറ് എല്ലാ ദിവസവും ഇവിടെ നിന്ന് വന്ന് പോവാണോ? ഇപ്പോഴത്തെ ഫ്യൂവൽ ചാർജും യാത്രാ ചെലവൊക്കെ വെച്ച് നോക്കുമ്പോൾ അത് മുതലാവില്ല മാഷേ. പിന്നെ സിറ്റിയില് അത്യാവശ്യം നമ്മുടെ ആക്ടിവിസ്റ്റ് കലാപരിപാടിയൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് സിറ്റിയിലെ ഒരു ലോഡ്ജില് മന്ത്ലി റെന്റിന് ഒരു റൂം എടുത്തിട്ടുണ്ട്. സമയം കിട്ടുന്ന പോലെ ആഴ്ചയിൽ 2-3 തവണ ഇവിടെ വന്നു പോകും. അപ്പോ സാറില്ലാത്തപ്പോ ആതിരി ഇവിടെ തനിച്ചാവില്ലേ? കൊള്ളാം. അവൾക്കിവിടെ സ്വന്തമായിട്ടൊരു മിലിറ്ററി യൂണിറ്റ് തന്നെയുണ്ട്. 4-5 വീട് അപ്പുറത്തുള്ളൊരു പാട്ടിയമ്മയുണ്ട്, മുത്താമ്മ. അവരാണ് ഇവളുടെ മിലിറ്ററി ഇൻ ചീഫ്. രാത്രി അവർ വന്ന് കൂട്ടുകിടക്കും. പിന്നെ ഈ ചുറ്റുവട്ടത്തുള്ള 7-8 പെൺകുട്ടികൾ ഇവിടെ ഡാൻസ് പഠിക്കാൻ വരും. അതും പോരാഞ്ഞ് അയൽവക്കത്തെ ചേച്ചിമാരെയൊക്കെ കൂട്ടി ഒരു അച്ചാർ നിർമ്മാണ യൂണിറ്റ് തുടങ്ങാനുള്ള ശ്രമത്തിലാണ് പുള്ളിക്കാരി. ആഹാ, അപ്പൊ ഫുൾ ടൈം എൻഗേജ്ഡ് ആണല്ലോ. കൊള്ളാം. ദിവസം 24 മണിക്കൂർ എന്നത് മിനിമം ഒരു 30 മണിക്കൂറെങ്കിലും ആക്കി കിട്ടാൻ വേണ്ടി ഒരു വക്കാലത്ത് ഫയൽ ചെയ്യാനെ പറ്റിയുള്ള ആലോചനയല്ല പുള്ളിക്കാരി. സാറിനോട് പലപ്പോഴും ചോദിക്കണമെന്ന് വിചാരിച്ചൊരു കാര്യമുണ്ട്. ചോദിച്ചോളൂ. സാർ എന്താ ഇതുവരെയായിട്ടും കല്യാണം കഴിക്കാത്ത? വരട്ടെ, അതിനുള്ള പ്രായം പക്വതയ്ക്ക് ആവട്ടെ. ചായ കുടിക്കേ. അപ്പോ ഇതൊക്കെ നമ്മുടെ തിരുവാതിര സ്പെഷ്യലാണ്. പല്ല് ഇൻഷൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് കഴിക്കാം. നല്ല അസുര ചായ. താങ്ക് യു. ഈ മുറുക്കെടുത്ത് കഴിക്കേ. എങ്ങനെയുണ്ട്? സ്നാക്സും അടിപൊളിയായിട്ടുണ്ട്. ഇതൊക്കെ അതിലുണ്ടാക്കിയതാ? അതെ. ഇഷ്ടായോ? ഒരുപാട് ഇഷ്ടമായി. പൊളിച്ചു. എവിടെ നിന്റെ പട്ടാള കമ്പനി? ഇന്ന് ഗസ്റ്റ് ഉള്ള കാരണം എല്ലാത്തിനും നേരത്തെ പറഞ്ഞു വിട്ടു. ആ, അത് നന്നായി. അതെ, ഇവിടെ വക്കീൽ സാറിന് രാത്രിയില് കഞ്ഞിയും പയറും ചമ്മന്തിയും ഒക്കെ പതിവ്. അപ്പൂന് എന്താ ഇഷ്ടമെന്ന് വെച്ചാ പറഞ്ഞോളൂ. അയ്യോ, ഞാൻ അത്താഴത്തിനൊന്നുമില്ല. ഞാനിപ്പോ പോവും. ആര് പോകുന്നു? അപ്പു സാർ ഇന്ന് ഇവിടെയാണ് സ്റ്റേ. അയ്യോ സർ, അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തത്? ഇന്നൊരു ദിവസം ഇവിടെ കൂടടോ. അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ലല്ലോ. എന്നാലും എന്നെ കണ്ടില്ലെങ്കിൽ അമ്മ. ആ, അതിപ്പോ അമ്മയോട് വിളിച്ചു പറയാലോ. താൻ ഇവിടെ എന്റെ കൂടെയാണെന്ന് അറിഞ്ഞാ ഗീത മാഡം വഴക്കൊന്നും പറയില്ല. എന്നാലും സാറിന്റെ ബസ് സ്റ്റോപ്പ് കിട്ടാൽ മതി. ഞാനങ്ങ് പോയിക്കോളാം. അപ്പോ സാറേ, ഇന്നിനി തന്നെ ഇവിടുന്ന് തനിച്ച് വിടുന്ന പ്രശ്നമില്ല. നാളെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മൾ ഇവിടുന്ന് ഒരുമിച്ച് പോന്നു. ഓക്കെ? ഇനി ഒന്നും പറയണ്ട, നമ്മളിതങ്ങ് ഫിക്സ് ചെയ്യുന്നു. അല്ല സർ, ഞാൻ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു. ഇങ്ങനൊരു എക്സ്ക്യൂസ് താൻ പറയുമെന്ന് നേരത്തെ അറിയാവുന്നതുകൊണ്ട് അതിനൊരു പരിഹാരവും ഞാൻ കണ്ടിട്ടുണ്ട്. ഇന്ന് രാത്രിയിലേക്കുള്ള വസ്ത്രാലങ്കാരത്തിന് തനിക്കൊരു ബർബഡേൻ ടീഷർട്ടും പോരെ? അതും അതിൽ കൂടുതലും ഞാൻ വാങ്ങിയിട്ടുണ്ട്. എല്ലാം കാറിലിരിപ്പുണ്ട്. മക്കളെ, അതാ ബാക്ക് സൈഡിൽ ഇരിപ്പുണ്ട്. ഇങ്ങടുത്തെ. അപ്പോ ഇന്നെന്നെ സ്റ്റേ ചെയ്യിക്കാൻ സർ വെൽ പ്ലാൻഡ് ആയിരുന്നു അല്ലേ? അതെയല്ലോ. അതാണ് നമ്മുടെ സർപ്രൈസ് നമ്പർ 3. അപ്പൊ കൂടെയുണ്ടെങ്കിൽ രാത്രിയിലെ കേസിന്റെ കാര്യമൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് ഡിസ്കസ് ചെയ്യാലോ.